ഞാൻ ഇന്റർവ്യൂ പാറ്റേൺസ് മാത്രമാണ് റിയാലിറ്റി വൈ ശാരികയെ കുറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനൽ റീച്ച് ആവണം, ജനങ്ങളിലേക്ക് എത്തണം, ഒരു ആവറേജ് വ്യൂസ് വേണം. എന്നാൽ മാത്രമേ ഞാൻ എന്ത് പറഞ്ഞാലും അത് നല്ലതോ ചീത്തയോ വിവരക്കേടോ ഇടലത്തരോ എന്തോ ആയിക്കോട്ടെ അത് ആൾക്കാർ കേൾക്കത്തുള്ളൂ, കാണത്തുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിന്റെ സമയമായെന്ന് എനിക്ക് തോന്നി. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന, എന്റെ വൈബിലുള്ള അല്ലെങ്കിൽ എനിക്ക് നന്നായി ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പൊളിറ്റിക്സ് ആയാലും സെലിബ്രിറ്റികളുടെ വിഷയങ്ങളായാലും. ഓക്കെ, നമ്മുടെ ശാരിക ചേച്ചിയുടെ ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളായിരുന്നു. അടിപൊളി. രേണുവിൻ്റെ വീഡിയോ ഉണ്ടോ? ഇന്നത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മാലയ്ക്ക് പരസ്യം കൊടുക്കുവാണോ? ഓരോ വ്യക്തിയുടെ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിനി കടത്താൻ പോയ സാധനം വല്ലതും ആണോ ഇനി കടുത്തേ കിടക്കുന്നത്? പറയാനും പറ്റത്തില്ല. ഓക്കെ, ആ കേസ് കേട്ടാൽ എന്തെങ്കിലുമൊക്കെ ആട്ടെ. അതിപ്പം ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ ഡാനി ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡാനി ചെയ്യുന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഡാനി ഒന്നും ചെയ്യുന്നില്ലേ? ഡാനി ചെയ്യാതെ തന്നെ ഇപ്പം ഡാനിക്ക് കുറേ വള്ളിയൊക്കെ വരുന്നുണ്ട്. നോമിതെല്ലാം അറിയുന്നുണ്ട്. നമ്മളെ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് വരെ. ഇനിയിപ്പോൾ കണ്ടറിയാം. ായാലും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളായാലും ഉണ്ടായി. പക്ഷെ അതിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ബിക്കോസ് എന്റെ ചാനൽ അപ്പോൾ ആ ഇന്റർവ്യൂ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇന്റർവ്യൂ പാറ്റേണിനും അപ്പുറം റിയാലിറ്റി ടോക്സ്, അതായത് റിയാലിറ്റിയിൽ റിയൽ ടോക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പ് എന്തോ ഉണ്ടായിക്കൊണ്ടിരുന്നത്, ഇവർ ബിഗ് ബോസിൽ കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ മനഃപൂർവ്വം കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് ഓഫ് അനന്തിനെ എടുത്തു വിട്ട് അലക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനന്തും എന്തെടുക്കും, വീഡിയോ എടുക്കും, നല്ല അടി കൊടുക്കും, ചേച്ചിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരും. ഇവരെ സത്യം പറഞ്ഞ ആ ഒരു നെഗറ്റീവ് ശരിക്കും ആസ്വദിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ പറയുന്ന ശാരിക. ഇപ്പം ഈ പറയുന്ന രേണുസുതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. രേണു വാസസ് ഷഫീന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഇടുകയൊക്കെ ചെയ്തത്. പോസ്റ്റ് മീൻസ് അവരുടെ തംബ്ലൈൻ കാണുമ്പോൾ മനസ്സിലാവും. ഇവരുടെ ചാനൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ബി വന്ന് കേട്ടോ, ബിഗ് ബോസിൽ വന്ന് സത്യം പറയാമല്ലോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി എനിക്ക് ഇവർ കുറച്ച് ദിവസങ്ങളുള്ളായിരുന്നെങ്കിൽ പോലും ഇവർ ആ ഒരു ബിഗ് ബോസിൽ നിന്ന് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇവരുടെ ഗെയിം ഇഷ്ടമായിരുന്നു, ഇവരുടെ സംസാരം ഇഷ്ടമാണ്. ഒരു കാര്യം എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചതല്ല, അഭിനയം വന്ന് എനിക്ക് മനസ്സിലായി. റിയൽ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കണ്ടവർക്ക് അത് മനസ്സിലാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരാം. സീരിയസ്ലി ഞാൻ ഇവരെ കുറ്റം പറഞ്ഞെങ്കിലും ആൾ ഓക്കെയാണ്, പക്കയാണ്. പിന്നെ പേഴ്സണലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്വേഷിച്ച സമയത്തൊക്കെ. പിന്നെ ആലപ്പുഴ കരിയാന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ വെറും പാവം ശുദ്ധയാണെന്നാണ് പറയുന്നത്. ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനായതുകൊണ്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ചേച്ചി പറ. ഒരു കാര്യം ഞാൻ പറയാം, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, മോശം കണ്ടാൽ മോശം എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ? അതെൻ്റെ ഒരു ശീലം അങ്ങനെ. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. ഇപ്പം ഇവരാരെയും സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് ഇവർ ആ വ്യക്തിയും തമ്മിൽ ഒരുപോലാണെന്ന് ആരും വിചാരിക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ഈ സ്ക്രീനിൽ കാണുന്നതും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. തെരുവുകൾ കേൾക്കാം, കമന്റുകൾ സ്വാഗതം ചെയ്യുന്നു. മോശം കമന്റ് തീർച്ചയായിട്ടും മോശമായ പ്രതികരണം എന്റെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഇൻട്രോ ഒക്കെ ഉണ്ടോ? എന്റെ പൊന്ന് മാറ്റിയേക്കാം കുറച്ച്. ഒരു സാധനമാണ് രേണുസുതിയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന സോഷ്യൽ മീഡിയ. അതിപ്പോ കാലങ്ങളായിട്ട്, അതായത് ഒരു 1.5-2 വർഷമായിട്ട് അവർ വേട്ടയാടപ്പെടുന്നുണ്ട്, അതിലൊരു സംശയവും. പക്ഷെ അതിനപ്പുറം അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന്റെ എണ്ണം കൂടി വരുന്നു. അവരുടെ കുഞ്ഞിന്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പെരുപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക. അങ്ങനെ അവർ കുഞ്ഞിൻ്റെ പിതൃത്വം, അതൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ പറയണ്ടേ, അതൊന്നും ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊരു പേരുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയൂ ഇതുപോലെയുള്ള കേസ് കേട്ടിലൊക്കെ. കാരണം ആ കുഞ്ഞിനെ വെച്ച് സംസാരിച്ച എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വേണം ഒരാളെ വിമർശിക്കണം, വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെയോ പെൺമക്കളെയോ ഒന്നും പറയുകയൊന്നും ചെയ്യരുത്. കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ചുള്ള സംസാരം കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് അതൊക്കെ ചെറ്റ പരിപാടിയാണ്. അതാരായാലും ശരി, എത്ര വലിയ ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളത് പറയും. പിന്നെ കിച്ചുവിൻ്റെ കാര്യം ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളും തട്ടുമൊക്കെ, അത് കുറച്ച് കാര്യങ്ങൾ ഒരു തുള്ളി ഒന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്ക് ജനങ്ങൾ എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഒരു സമയമാകുമ്പോൾ ആ കാര്യം നമുക്ക് എന്തിനൊരു സമയമുണ്ടല്ലോ. ശരിയാണ്, ആ സമയത്തെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മാറ്റി നമ്മളൊരിടത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഡാനി സംസാരിക്കുന്നില്ല. ഇനി ചേച്ചി പറ, ചേച്ചിയുടെ സംസാരമൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഫാമിലിയെ
പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ രേണു എന്തെങ്കിലും നീ നിന്റെ കാര്യം നോക്കണം പോടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടി പറയാറുള്ളൂ. പക്ഷെ ഇപ്പൊ രേഷ്മ പി തങ്കച്ചിന്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോ ഇന്ന് ഉറപ്പായിട്ടും രേണുസുതിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയം റിയാക്ട് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ആ ഡേ ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് വളരെ അർജന്റ് ആയിട്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇന്ന് തന്നെ രേണുസുതിയുടെ ആ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചത്. വേറൊന്നുമല്ല, തെറുത്താത്ത എന്ന ഓമന പേരിട്ട് ഇന്നിപ്പോ നാട്ടുകാരും സെലിബ്രിറ്റികളും എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പ്രതികരിക്കാത്ത ഒരുപാട് വ്ളോഗേഴ്സും ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ ഇവരെ തെറുത്താത്ത എന്ന് വിളിക്കുന്നത്. അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു 7 മണിക്കൂർ അവരിട്ടൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണുസുതിയെ കുറിച്ച് അവർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവര് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, ഓ പാവം രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി ഒരു പക്ഷേ ഇനി നിന്റെ ജീവിതം ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് ഓ മണ്ടികളെ, അതൊക്കെ പുള്ളിയുടെ നമ്പറല്ലേ. പുള്ളി സൈലന്റ് ആയിട്ടിരിക്കുന്നതല്ലേ ഫൈനൽ വീഡിയോ എന്നും പറഞ്ഞു. എത്ര ഫൈനൽ വീഡിയോ ഞാൻ ഈ 2 വർഷത്തിനിടെ കണ്ടിട്ടുണ്ട്. അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അത് സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. പുള്ളി ഇങ്ങനെ പതുങ്ങി ഇരുന്നാലും ചാടി ഇങ്ങോട്ട് ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ചിരിയൊക്കെ ചിരിച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിക്കാരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് വേറെ കാര്യങ്ങൾ, അതങ്ങനെയാണ്. പക്ഷേ വേണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വെക്ക്. എപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്തു വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ തരം താണൊരു വ്യക്തി ഇനി ഇല്ല, ഇനി തന്റെ പുറകെ വരില്ല. അത് സന്തോഷ വാർത്തയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണുസുതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. വേറൊന്നുമല്ല, ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് ഒറ്റയാളെ ഞാൻ ഈ തെറുത്താത്താന്ന് പോലും ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല. അതുകൂടാതെ കുറേയധികം വ്ളോഗേഴ്സ് ഉണ്ട്, അവരെന്നെയും ഒരു കാലത്ത് ചീത്ത വിളിച്ചിരുന്നവരാണ്. ഞാനിപ്പോ ആ പരിപാടികൾക്കൊന്നും പോകാത്തോണ്ടാണ് ചീത്തവിളി. ഇപ്പൊ തുടങ്ങും ചീത്തവിളി, ഇത് പബ്ലിഷ് ചെയ്ത് ഉടനെ ചീത്തവിളി തുടങ്ങും. അത് വാട്ടവർ എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ എനിക്കറിയാം. ശാരിക ചേച്ചി ഒരു മിനിറ്റ്, ചേച്ചിയുടെ പ്രൊമോഷൻ ഒന്ന് കാണട്ടെ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിൽ പ്രൊമോഷനും കയറ്റി വിടുന്നുണ്ട്. ശാരിക ചേച്ചി, ശരിയാണ്. ഇതുപോലുള്ള പ്രൊമോഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇതുപോലുള്ള ഫോട്ടോസൊക്കെ കയറ്റി വെക്കാൻ. ഇന്നലെ രേണു ചേച്ചി പ്രൊമോഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പറ. എനിക്കറിയാം ശാരികയ്ക്ക് ഇവിടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ടപ്പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും സാധാരണ സെലിബ്രിറ്റികളും, ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികൾ ഉണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീവിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേ വെള്ളവും തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പേടിച്ചിട്ട് അവരുടെ സൗണ്ടിലും അവരുടെ ഭാവത്തിലും ഒക്കെ പതിവില്ലാത്തൊരു വിനയം എനിക്ക് കാണാൻ സാധിച്ചു. അത് അവരുടെ അടവാണെന്നാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഇത്രയും മനോഹരമായിട്ട് അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വാ തുറന്നാൽ ആയും തായും മായും മാത്രം പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്ത വൃത്തിഹീനയായ, സ്വഭാവം കൊണ്ട് വൃത്തിഹീനയായ ഒരു യുവതി, അതാണ് അവര്. ഞാൻ എന്റെ ഏറ്റവും നല്ല മലയാളത്തിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്കും ചേച്ചി എന്താ പറയണ്ടേ, അവർ പറഞ്ഞ കൂട്ടത്തിൽ കള്ളക്കടത്ത് കേസിന്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വോയിസും കൂടെ ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ പറയാ, അവർ ഇത്രയും വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് സത്യമാണെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കണം. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പോലീസുകാരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും സെക്യൂരിറ്റി ഉള്ള കേരളത്തിൽ നിന്ന് തന്നെ ഈ സ്വർണവും കാര്യങ്ങളൊക്കെ വരുകയും പോകുമെന്നൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യമില്ല. ഇത് ഇവിടുത്തെ പാർട്ടിയെ ബാധിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 10 വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ കസ്റ്റംസും അവരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണെന്നാണ് ഷഫീനയുടെ ചാനലിൽ പറയുകയും ചെയ്തത്.
അപ്പം കുറേ യൂട്യൂബേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷഫീനയുടെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും നമ്പരും മോൻ്റെ നമ്പർ ഉൾപ്പെടെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാനും അത് പോലീസുകാരോട് സംസാരിച്ച് കുറേ ഇത് ഇങ്ങനല്ല അത് ചെയ്യേണ്ടത്, നല്ല രീതി വേറെ രീതിയിൽ ഇത് പോകുന്നൊരു സംഭവമാണ്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സത്യമാണെങ്കിൽ തെളിയണം, ഇല്ലെങ്കിൽ അവരും പെടും. പിന്നെ ഷഫീനയുടെ ചാനലിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പോലീസ് അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ ഈ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന്. അത് പോലീസല്ല കോണ്ടാക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷഫീനയുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ പറയുന്ന ദേവ് എന്ന് പറയുന്നത്. ഈ ദേവ് കൊണ്ടുപോയി ഈ പറയുന്ന രേണുവിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും നമ്മൾ ആ വീഡിയോ ഒക്കെ വെച്ച് പുള്ളിയെ ഭയങ്കര സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇതുപോലത്തെ ഡബിൾ മീനിങ് ആങ്ങുന്ന ഇതൊക്കെ കുറയ്ക്കണം. അതൊക്കെ കൊടുത്ത ആൾക്കാർക്ക്, അതൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്കാർക്ക് ഇത് നിസ്സാരമായിട്ട് കൊണ്ടു കൊടുക്കാന്നേ ഉള്ളൂ. കാരണം ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി തിരിച്ചാൽ മാത്രം മതി. ഈ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് ഈ ഷഫീനെ. ഈ കേസ് കേട്ടില്ല, അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഫോൺ വിളിച്ചിട്ട് താത്ത നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പരിപാടിയൊന്നും നമുക്കില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യും, അത് വീഡിയോയിലൂടെ അത് തെളിയിച്ച് കഴിഞ്ഞ്, ഇല്ലെങ്കിൽ അതിൻ്റെ മറുപടി ഇങ്ങനെ കൊടുക്കണം. ഇതിങ്ങനെ എന്താ പറയണ്ടേ, അടുത്ത വീഡിയോ വന്നിട്ട് ഇതൊന്നും പോലീസുകാരൊന്നും നോക്കത്തൊന്നുമില്ല അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോഴേ ഇവർ എസ്കേപ്പ് ആവുന്ന ചില സമയത്ത് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. കാരണം അവർ തെളിയിക്കട്ടെ. ഈ കുറച്ച് വോയിസും കാര്യങ്ങളും കൊണ്ടുവരുവാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ വോയിസും കാര്യങ്ങളും കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞങ്ങൾക്കൊരാണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ സ്ഥിരം കാര്യങ്ങൾ, ഈ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ വകുപ്പ് വേറെയാണ്. ഒരു പെണ്ണ് പറയുമ്പോൾ വേറെ വകുപ്പ്, ഒരാണ് പറയുമ്പോൾ വേറെ വകുപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടായിരിക്കുന്നത്. പോരാത്തിന് രേണുവിൻ്റെ കേസ് കേട്ടില്ല. അതുകൊണ്ടാണെങ്കിലും എനിക്കാണെങ്കിലും അത്യാവശ്യമുള്ളവർക്കൊക്കെ നല്ല പള്ളിയും കാര്യങ്ങളൊക്കെ വേണ്ടി കാത്തിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഷഫീന സ്ട്രോങ് ആണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് എല്ലാവരും വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അവർ ഇട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ നമ്മുടെ എന്താ പറയണ്ട, നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വം കൊണ്ട് കുഴിച്ചടിക്കുന്ന എനിക്ക് ഇതില്ല. രേണുവിൻ്റെ വിഷയത്തിൽ 99.9% അല്ല 100% കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ്. ചില 2 കേസ് കെട്ടിയില്ല, 2 കള്ളന്മാർ, അവന്മാരും ഭൂലോക ഫ്രോഡാണ്. പിന്നെ അത് എല്ലാം കൂടി ഇവരുടെ തലയ്ക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കിയായിരുന്നു. നമ്മളിപ്പം നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് വെച്ചാൽ ആരൊക്കെ ഫ്രോഡ് ടീംസിലുണ്ട് അവന്മാരെയും കൊണ്ടുവരണം രംഗത്ത്. അതാണ് നമ്മൾ പല കേസ് കെട്ടിലും അന്വേഷിച്ച് പോയത്. പക്ഷെ എന്ത് ചെയ്യാനാ, വെള്ളിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്ത് അവന്മാരെ വെളുപ്പിക്കാൻ നോക്കിയതാണ്. അതൊക്കെ പിന്നീട് അറിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു പടപ്പുണ്ട്. കാരണമേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ചില വ്യക്തികളൊക്കെ നമുക്കൊക്കെ എതിരെ ഇങ്ങനെ സംസാരിക്കുകയും ചതിയൊക്കെ കാണിക്കുമ്പോഴേ അങ്ങനെ കുറച്ച് വിഷമങ്ങൾ ഈ 2-3 ദിവസം കൊണ്ട് അറിഞ്ഞപ്പം ഉള്ളിലൊരു പടപ്പുണ്ട്. നമ്മളിങ്ങനൊന്നും അല്ല കരുതിയത്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ശീലം അങ്ങനെയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പണ്ട് എല്ലാവരും പറയുന്ന ആൾക്കാർ ശരിയായിരുന്നു, സൂക്ഷിക്കണേ മോനെ സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണെന്ന് നമ്മൾ ആലോചിച്ച് പോവും. ആരാണ് എന്താണെന്നൊന്നും ഇവിടെ ഞങ്ങൾ പറയുന്നില്ല, ഞാനിവിടെ പറയുന്നില്ല, അത് പറയാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മളെ ചതിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായി അല്ലെങ്കിൽ അവരൊരു നല്ലൊരു ഇതെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എല്ലാം നമ്മുടെ തലയിലേക്ക് ഇട്ടിട്ട് അവർ നല്ല കുഞ്ഞു ചമഞ്ഞിരിക്കുകയാണെങ്കിൽ മോളി ഇരിക്കുന്നവനുണ്ട്. എത്ര പട്ടുമത്തയിലും AC 16 കിടന്നാലും സൂചിച്ച് കിടന്നാലും മലന്ന് കിടന്നാലും മോളി ഇരിക്കുന്നവനൊരു സാധനം അങ്ങോട്ട് വിടും. അതനുസരിച്ച കാര്യങ്ങൾ പോകത്തുള്ളൂ. ഇത് കാണുവാണെങ്കിൽ ആ വ്യക്തിയോടും എനിക്കത് തന്നെ പറയാനുള്ളൂ. ഈ രേണുവിൻ്റെ കേസ് കേട്ടിലാണെങ്കിൽ പോലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാനും അതിലും എല്ലാ കാര്യത്തിനും വേണ്ടി ഇറങ്ങി തിരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് കേട്ടില്ല പല നാറികളും പലതും കാണിച്ചവന്മാരും എല്ലാം അവൻ്റെയും പേരിലാണ് ഇടുന്നതെന്ന് അറിയുമ്പം ഉണ്ടാകുന്ന ചിലൊരു വിഷമമുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ നമ്മുടെ ശത്രുക്കളുടെ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ചെയ്യുന്ന മറ്റാൾക്കാരും തലയിൽ വെച്ച് കയറുന്ന അവൻ്റെയും പേരിലാണ്. എനിക്ക് നല്ല ദണ്ണമുണ്ട് ഈ ഒരു സംഭവത്തിൽ. ഞാൻ എൻ്റെ വിഷമം കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്, നല്ല വിഷമം കൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം നേരെ പോകുന്നുള്ള കാര്യമായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ചങ്ക് കത്തുന്നൊരു കാര്യമാണ്. ഞാനിപ്പോഴും എന്താ പറയുന്നത്,
അതൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ ചോദിക്കാനോ മിണ്ടാനോ ഒന്നും പോയില്ല. ഓക്കെ, ഡാനി അതുലേ ഞങ്ങളുടെ തലയിൽ കിടക്കട്ടെ. ഓക്കെ. അതുകൊണ്ട് കുറേ പാഠങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഞങ്ങൾ പിന്നെ ക്രൂരന്മാരാണ് അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ പോകുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. ഇനിയിപ്പോൾ രേണുസുതിയുടെ വിഷയത്തിൽ എന്തായാലും ഒരു കേസോ വക്കാണോ ഒക്കെ വരുമ്പം എന്താ പറയണ്ടേ, ആദ്യം പോലീസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്നെ അവനെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, ചതിയന്മാരും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നിരത്താനൊക്കെ പറ്റുമൊക്കെ. വേണ്ട, ഇതെന്താണെന്നറിയോ, നമ്മൾ കൊടുക്കുന്നതിനേക്കാളും നല്ല ശിക്ഷ മോളിയിരിക്കുന്നവൻ കൊടുക്കും. മോളിയിരിക്കുന്ന ഒരുത്തിനെ കൊടുക്കും. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ നല്ല അമ്പലവിശ്വാസിയാണ്, നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. ഞാൻ കൂടുതലും ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം കൊടുക്കും. അതൊക്കെ ഒരു ഭാഗ്യമാണ് മോനെ. ആരോഗ്യ ആയുസ്സൊക്കെ തരുന്നത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ചേച്ചി പറ. ചേച്ചി ഒട്ടും മോശമൊന്നും അല്ല, അത് വേറെ കാര്യങ്ങൾ. ഞാൻ പിന്നെ ഈ കാര്യം പറഞ്ഞു വന്നപ്പം അങ്ങ് പറഞ്ഞതാണ്. എൻ്റെ വിഷമം കൂടെ അങ്ങ് പറഞ്ഞു പോയതാണ്. കാരണം എന്താ പറയണ്ടേ, നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെ സൂചിപ്പിക്കാനും ഒക്കെ വേണമെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും ഓരോ രീതികളാണ്. അതേപോലെ മലയാളം മറ്റേ പദങ്ങൾ അറിയാനില്ല, പക്ഷെ അതെന്റെ സംസ്കാരമല്ല. ഇനിയിപ്പോ അവർ എനിക്കെതിരെ ആയിരിക്കും അടുത്ത് ചെയ്യാൻ പോകുന്നത്. എന്തും ആയിക്കോട്ടെ, വീട്ടിലിരിക്കുന്നവരെ പറയുക. ഇപ്പം രേണുസുതിയുടെ പിതൃത്വം തെളിയിക്കേണ്ടിയോ, ഇപ്പൊ ഈ പറയപ്പെടുന്ന തെറുത്താത്ത ഇത് തുടർന്നിരുന്നെങ്കിൽ രേണുസുതിക്ക് അവരുടെ പിതൃത്വം തെളിയിക്കേണ്ടി വന്നേനെ. സുധിയുടെ കൊച്ചിന്റെ പിതൃത്വം, കിച്ചുവിന്റെ പിതൃത്വം, രേണുസുതിയുടെ അച്ഛന്റെ അമ്മയുടെയും പിതൃത്വം, രേണുസുതിയുടെ ചേച്ചിയുടെ പിതൃത്വം, ചേച്ചിയുടെ ഭർത്താവിന്റെ പിതൃത്വം തെളിയിക്കേണ്ടി വന്നേനെ. പക്ഷെ എന്തായാലും അമ്മച്ചി ഇച്ചിരി പേടിയുണ്ടെന്ന് തോന്നുന്നു തെറുത്താത്തയ്ക്ക്. തെറുത്താത്ത അങ്ങ് ഇട്ടിട്ട് പോവാന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല താത്തമ്മച്ചി, ഞാൻ കരുതിയില്ല. വല്ലാത്ത ഷോക്കിംഗ് വീഡിയോ. ഇന്നത്തെ ഷോക്കിംഗ് വീഡിയോയിലേക്ക്, കാരണം ഞാനിപ്പോ രേണുസുത്ര കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ വ്ളോഗേഴ്സ് കിടന്ന് ഈ എന്താ പറയുക തറ വ്ളോഗേഴ്സ് കിടന്ന് കുറയ്ക്കുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇതിന്റെയൊക്കെ ഒന്ന് ശമനമൊക്കെ ആയതിനു ശേഷം ഒന്ന് പ്രതികരിക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷെ എന്റെ ചാനലിൽ റിയാലിറ്റി ബൈ ഷാരികയിൽ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് ഓഫ് തെറുത്താത്ത. കാരണം അവർ എത്ര വിനയ അവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ അതിന്റെ ക്ലിപ്പിംഗ്സ് ഒന്നും ഇവിടെ എടുത്ത് വെക്കുന്നില്ല, നിങ്ങൾക്ക് പോയി അവരുടെ ചാനലിൽ പോയി നോക്കാം. അവരെ രേണുവിനെ നന്നാക്കാനാണ് ശ്രമിച്ചത്. രേണുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വഴിപഴപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരെ പലവട്ടം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്നും അറിയാത്ത പാവം രേണുവിന്റെ മാനേജറെ വരെ വലിച്ചിട്ട വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഇവര്. അവരെന്ത് പിടിച്ചു? അവരുടെ ജോലിയാണ് മാനേജർ ചെയ്തത്. അവരുടെ പേരും അവരുടെ വോയിസ് ചാറ്റും ഒക്കെ പുറത്തുവിട്ട് അത് അവസാനിപ്പിച്ചിരിക്കുന്നതും അന്തസ്സായിട്ടൊന്നുമല്ല. ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതി തീ കൊളുത്തി എന്താ പറയുക, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചരടും വലിച്ച് പലർക്കും ഇട്ട് കൊടുത്തിട്ടാണ് തെറുത്താത്തത് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ സൈക്കോകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരിക്കലും അവർക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിന്റെ ഒരു ആർസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും തെറുത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രേതത്തെ പോലെ രേണുവിന്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. അതാണ് രേണുസുതിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഒരു രേണുസുതിയെ കുറിച്ച് പലരും പറയുന്നുണ്ട്. ശാരീരികമൊന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ സെഗ്മെന്റിന്റെ ഒരു ഭാഗം ഞാൻ പബ്ലിഷ് ചെയ്തു. അയ്യോ, ഇന്റർവ്യൂവർ ഇതൊന്നും അറിഞ്ഞില്ലേ, അവർ സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ചു കാണിക്കുന്നു, തുണി പറിച്ചാടുന്നു എന്നുള്ള കുറെ ആരോപണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു എക്സ് കണ്ടസ്റ്റന്റ് അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട്, ജണ്ടുമാല, ബൊക്കെ, ഹാരങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ രേണുസുതി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല. അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ചേച്ചി. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ,
സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടാണ് അവൾ ഇത്രയും നാളും കാണിച്ച തോന്നിയവാസങ്ങൾ. സ്വന്തം ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് സെന്റിമെന്റ്സും കാര്യങ്ങളും അടിച്ചെടുത്ത് ജനങ്ങളുടെ ജനങ്ങളെ പൊടിയിടുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ സുധിച്ചേട്ടൻ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, എനിക്കൊരു കല്യാണമില്ല, എനിക്കൊരു റിലേഷൻ ഇല്ല, എനിക്കൊന്നുമില്ല, ഒരു മാടയില്ല, കോടയില്ല, ചക്കയില്ലെന്ന് പറഞ്ഞ് അവൾ 399 രൂപയ്ക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷനകത്ത് ഈ പറയുന്ന ബട്ടൺ അയച്ചിട്ട് അത് വിട്ട് കാലും പൊക്കി ഈ പറയുന്ന എന്താ പച്ചയ്ക്ക് പറഞ്ഞാലാ വേണ്ട പറയുന്നില്ല അതും കാണിച്ചുകൊണ്ട് നിൽക്കുന്നവളെ എന്തോ പറയണം. നിങ്ങൾ പറ, അത് തെറ്റാണോ അല്ലയോ? രേണു നിങ്ങളുടെ മകളായിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളുടെ മകളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മകൾ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് അയച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ അഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മകളാണെങ്കിൽ പറ. അതെ, ആരാണെൻ്റെ കഥ പറയുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റും. വീട്ടിലൊരാൾ അതുപോലെ ചെയ്യിക്കുന്നെങ്കിൽ അഭിമാനമുള്ള ഒരു തലകുനിച്ച് നിൽക്കും. പറഞ്ഞ മനസ്സിലായോ? കൂടുതൽ അങ്ങനെ വെളുപ്പിക്കാനൊന്നും നിൽക്കുമൊന്നും വേണ്ട ചേച്ചി ആ കാര്യത്തിലാണ്. അത് വേറെ കാര്യം. നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണം. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും പറഞ്ഞിട്ട് അവൾ ഇത്രയും തോന്നിയവാസങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങളെ വെറും മണ്ടരാക്കിക്കൊണ്ടിരുന്നത്. അവൾ വന്നിട്ട് ഇപ്പോൾ സബ്സ്ക്രിപ്ഷന് അത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ പറയണ്ട ഉണ്ടാക്കാൻ വരുന്നു. പിന്നെ വേറെ എന്തോ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അവൾ ഇതുപോലെ ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് ആരെങ്കിലും സിമ്പതി പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇവൾ അത് ചെയ്തു. അതാണ് ഇവളെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? ലോജിക്കില്ലേ നിങ്ങൾക്ക്? വിവരമില്ലേ നിങ്ങൾക്ക്? കാര്യമാണ്. നിങ്ങൾ പറയുന്ന ചില കാര്യത്തിലൊക്കെ കറക്റ്റ് ഉണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒന്നും പറയില്ലേ. അത് കേൾക്കേണ്ടി വരും. കേട്ടല്ലോ. വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക, അവളുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഈ പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ ചേച്ചി പെണ്ണാണ്. പെണ്ണിന്റെ എന്താ പറയുക, തപ്പി നോക്കണോ തിപ്പി നോക്കണമെന്നല്ല. ഒരു വിഷയം വരുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഒരാണ് വന്നിട്ട് ഇപ്പം രേണു സുധിയുടെ ചെറുപ്പം വലിപ്പം നോക്കിയിട്ട് വന്നിട്ടല്ല, അറിയാവുന്ന ടച്ച് ചെയ്തിട്ട് രേണു ഇപ്പം വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു കേസ് കൊടുത്തുകൊണ്ട് അവൻ എൻ്റെ ദേഹത്ത് സമ്മതമില്ല ടച്ച് ചെയ്ത് അവിടെ മറ്റേ പേര് പറയും. ഏതാ? അവനത് ചെയ്തു എന്നേ പറയത്തുള്ളൂ. പെണ്ണിന്റെ വലിപ്പവും ചെറുപ്പവും ഒന്നും നോക്കിയിട്ടില്ല, അറിയാതെ ഒന്ന് മുട്ടിയാൽ പോലും പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കൊണ്ട് കേസെടുക്കുന്ന കാലമാണ് ഒരാൾ വന്നിരിക്കുന്നത്. പിന്നെ ആൾക്കാർ ഈ പറയുന്ന രേണുവിൻ്റെ നോക്കും. സുധിയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പൈസകൾ ജനങ്ങളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ പിന്നെ ഇത്രയ്ക്ക് അതിപ്പോൾ സബ്സ്ക്രിപ്ഷൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ചേച്ചി രേണുവിനെ പോലെ ഒന്ന് തുടങ്ങും. എന്തിനാ ഇപ്പോൾ നീ ഇതൊക്കെ അടിക്കുന്നത്? ചേച്ചി അങ്ങ് പോയി തുടങ്ങും. ശരീരഭാഗങ്ങൾ കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കേറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കാം. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. ചേച്ചി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞല്ലോ, സുധി എന്ന് പറയുന്നത് എൻ്റെ സുധിച്ചേട്ടൻ, എൻ്റെ മാങ്ങാത്തൊലിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങൾ മൊത്തം ഇവിടെ ഇവർ കാണിച്ചു കൂട്ടുന്നത്. അതാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പറഞ്ഞു മനസ്സിലായോ? അവർക്കറിയാം സുധി എന്ന പേരിൻ്റെ വാല്യൂ എന്താണ്. ബിഗ് ബോസിൽ കാലെടുത്ത് കുത്തിപ്പോൾ എൻ്റെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നും പറഞ്ഞിട്ടാണ് കയറി വന്നത്. പറഞ്ഞു മനസ്സിലായോ? ചേച്ചിക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ രേണുസുധ മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. എല്ലാവരും നിങ്ങൾ കുറ്റം പറയുന്നേ. എന്നിട്ട് അന്തസ്സായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. നാട്ടുകാരെ വിട്ടേക്ക്. ഈ വ്ളോഗേഴ്സ് ആണല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞ പോലെ എന്റെ കൂട്ടത്തിൽ സീസൺ 7 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സീസൺ 7 മുമ്പുണ്ടായിരുന്ന സീസണുകളിലെയും പല കണ്ടസ്റ്റന്റുകളും ക്ലീവേജും വയറും ബാക്കും തൈസും ബിക്കിനിയും ഒക്കെ ഇട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് രേണുസുധിയിൽ നിങ്ങൾ കണ്ട കുറവ്, കുറ്റം? അവരാരെയും നിങ്ങൾ എന്താ പറയുന്ന ഒന്നും പറയുന്നില്ല. ഒരു സാധനം അവരെ കുറിച്ച് ക്രിറ്റിസിസമോ മോശം വാക്കുകളോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ചാരിത്രമോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ രേണുസുധി മാത്രം ഒന്നിച്ചിരി പൊക്കിയാൽ, ഒന്ന് പാവാട പൊക്കിയാൽ, ഒച്ചിരി ക്ലീവേജിന്റെ അറ്റം കാണിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു കുട്ടിനിക്കർ ഇട്ടാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. രേണുസുധി മാത്രമാണോ അവര് ചോദിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരേ ഒരു വ്യക്തി? അല്ലല്ലോ. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രേണുസുധി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളൊരു കുലസ്ത്രീയാണെന്ന്? പറഞ്ഞിട്ടില്ല. അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. എന്തായാലും മറ്റു പലരോ മലയാളികൾ ഒന്നെങ്കിൽ എല്ലാ ഇങ്ങനെയുള്ള ആൾക്കാരെയും എതിർക്കുക, പൂർണ്ണമായി എതിർക്കുക. പക്ഷേ നിങ്ങൾ ഒന്ന് കാണിച്ചു തരണം. ഈ പറയപ്പെടുന്ന ആരെങ്കിലും താഴെ വന്ന് കമന്റ് ചെയ്യുമല്ലോ എന്റെ വീഡിയോന്റെ,
അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചു തരണം, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം. രേണുസുതി ഇടുമ്പോൾ, രേണുസുതി ബിക്കിനി ഇട്ടാലോ ഷോർട്സ് ഇട്ടാലോ ക്ലിവേജ് കാണിച്ചാലോ നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോ എന്തുകൊണ്ട് മറ്റുള്ള നടിമാർ ഇനാഗ്രേഷൻ വരുന്നുണ്ട്, ക്ലിവേജ് കാണിച്ച, വയറ് കാണിച്ച, പൊക്കിള് കാണിച്ച പലരും വരുന്നുണ്ട്, അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇടിച്ചു കുത്തി കയറും, ട്രാഫിക് ബ്ലോക്കും ട്രാഫിക് ജാമും ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവരുടെ പ്രൊഫൈൽ കാണാൻ ആനന്ദ ഉന്മാദ ഹർഷത്തോടുകൂടി ഓടി വന്ന് കമന്റ് അടിച്ചങ്ങ് തകർക്കും. മോശം ഒരൊറ്റ കമന്റ് ഇല്ല. രേണുസുതിയെ കാണുമ്പോൾ മാത്രം തെറി, അഭിഷേകം, പൂരം, എന്താ ഇത്? നാണം ഉണ്ടോ മലയാളികൾ നിങ്ങൾക്ക്? ഇതാണോ നിങ്ങളുടെ സദാചാരം? നിങ്ങളെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാ, പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമാധാനമില്ല. ഇതാണ് റിയാലിറ്റി ബൈയുടെ റിയൽ റിയാക്ഷൻ. താങ്ക് യു. അന്നും ഇന്നും ഒക്കെ ഒരുപോലൊക്കെ തന്നെ എൻ്റെ പൊന്നു ചേച്ചി. ഓക്കെ, എന്തായാലും രേണുസുതിക്ക് വേണ്ടി സംസാരിക്കാൻ ശാരിക ചേച്ചി രംഗത്ത് വന്നിരിക്കുന്നു. ഓക്കെ ചേച്ചി, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് ചേച്ചി, കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചേച്ചിയുടെ പ്രൊമോഷനൊക്കെ നല്ല രീതിയിൽ നടന്നില്ലേ? നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസിൽ ഈ പറയുന്ന സ്ത്രീയുടെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അവർ റിയലായിട്ടാണ് നിന്നത്. പക്ഷെ ആ ഒരു സീസണിൽ എന്താ പറയണ്ടേ, പെട്ടെന്ന് അവർ ഔട്ടായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ചും കൂടെ അവർ നിൽക്കേണ്ടതായിരുന്നു എന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് ചേച്ചി എല്ലാം പറയുന്നത് ശരിയാണെന്നല്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ. ബൈ, ലവ് യു ഓൾ.